இருக்கான். யாரு சொன்ன அட்ரஸ் போன் நம்பர் பஸ் ரൂട്ട് നമ്പർலாம் കേൾക്കാതെ சொன்னாங்க ഞാൻ சொல்றேன். ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്ന ബാത്റൂമിൽ ടാപ്പിലെ വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുറയും. അവിടെ ഇതാണ്ട് ഈ ടാപ്പിൽ വള്ളി പോലെ നൂല് പോലെയാണ് വെള്ളം വരുന്നത്. കണ്ടോ? கழுத மோட்டர் ரிப்பேர் அடிச்சு என்ன பண்றதுன்னு தெரியல. என்ன பண்றேன்னு இல்லையா? நான் இருக்கும்போது நீ ஏன் கவலைப்படுற? நீ என்ன பண்ண போற? 5 நிமிஷத்துல கழட்டி மாட்டிடுவான போறானே. கட்டிங்ல இருந்து பிட்டிங் வரைக்கும் கை வந்த கேளு. ஆமா அன்னப்புண்டு வெளசுவல்ல. കണ്ട കൂട്ടുകാരെ, ഏതാണ്ട് ഈ പൈപ്പിലും അകത്തെ 2 പൈപ്പിലും വെള്ളം കുറവാണ്. നൂല് പോലെയാണ്. ഇത് കണ്ടോ, കുറച്ചേ വരുന്നുള്ളൂ. നൂല് പോലെയാണ് വരുന്നത്. ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഫുള്ള് തുറന്നില്ലാന്ന് പറയണ്ട. അവിടെ തുറന്നു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ വെള്ളം വരത്തില്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ ആദ്യം ടാങ്കിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കും. എയർ ബ്ലോക്ക്, പൈപ്പിനകത്ത് എന്തെങ്കിലും വീഴാനുള്ള ചാൻസ്, പൈപ്പിന് ഡാമേജ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ആദ്യം തന്നെ ഞങ്ങൾ ആ പൈപ്പിൻ്റെ ഭാഗത്തുള്ള 2 ബെൻഡ് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു വാൾവ് കയറ്റും. വാൾവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു വാൾവ് ആദ്യം തന്നെ കയറ്റി. കൂട്ടുകാരെ, വെള്ളം ഇങ്ങനെ ഫോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാൾവ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾവ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒട്ടിച്ചാൽ മതിയാവും. അപ്പോൾ വാൾവിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പോയിക്കോളുമല്ലോ. ക്ലോസ് ചെയ്തുകൊണ്ട് ഒട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടുമില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാൾവ് ഒട്ടിച്ചിട്ട് കുറേ വെള്ളം ടാങ്കിനകത്ത് അങ്ങ് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ കൂട്ടുകാർ, ആ 2 ബെൻഡ് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഒരു ബെൻഡ് ഒരു 45 മാത്രമാക്കി കേട്ടോ. അടുത്തതായിട്ട് താഴോട്ട് വരുന്ന ലൈനിൽ ഒരു 1/4 ഇഞ്ച് ബോൾ വാൾവ് ഉണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്ത് നോക്കി. തൊട്ടടുത്ത് തന്നെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളം വരുന്നില്ല. അപ്പോൾ ആ വാൾവിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, പക്ഷേ താണ്ടി ഈ വാൾവിൻ്റെ ഔട്ട്പുട്ട് വെള്ളം വരുന്നില്ല. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ അങ്ങോട്ട് പോണു. ആണി പറിക്കേ? ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവനോടല്ലേ പറഞ്ഞത്? പോയി പറയ്. നാശങ്ങള്. അരവിന്ദൻ ദർബാർ ഹാളി പണിയുന്നുണ്ട്. അവൻ എന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുന്നുണ്ടോ പോയി നോക്കോ. അപ്പുറം ചെയ്യാം. നീ ഭിത്തി ഒരിച്ച് കഴിയും. ഭിത്തിക്ക് നോവും. ചട്ടിയൊരച്ച് കഴിയടാ കഴുതേ. കൂട്ടുകാരെ, ഞങ്ങൾ ആ വാൾവ് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് മേളിലത്തെ വാൾവ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടോ വെള്ളം വരുന്നത് കണ്ടോ, ശക്തിയായിട്ട് വെള്ളം വരുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ടാപ്പിൽ വെള്ളം വന്നു. അപ്പുറത്തെ ടാപ്പിലും വെള്ളം നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കസ്റ്റമർ ഓക്കെ ആയി, ഹാപ്പിയായി. അത്രയും നേരം വെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം. കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഹെൽത്ത് ഫോസറ്റിലും വെള്ളം വരുന്നുണ്ട്, അതേ സമയത്ത് ടാപ്പിലും വെള്ളം വരുന്നുണ്ട് കേട്ടോ. ടാപ്പ് തുറക്കുമ്പോഴും വെള്ളം വരുന്നുണ്ട്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നമ്മുടെ ചാനലിൽ കൂടിയിട്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. பண்ணி வச்சிருக்கீங்க சேவ் வாட்டர்.